ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രവർത്തനം 1. റോയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയ് നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ്. ഈ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ പട്ടികയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വെള്ളം തിളക്കുന്നു, പിന്നെ പാത്രം ചൂടാകുന്നു, വികിരണം, ഈ 3 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ സംവഹനം, ചാലനം, ചൂട് അനുഭവപ്പെടുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് മുകളിലത്തതിന് അനുയോജ്യമായത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? വെള്ളം തിളക്കുന്നു. അപ്പോൾ വെള്ളം തിളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ദ്രാവകമാണ്. അപ്പോൾ ദ്രാവകത്തിൽ താപം പ്രേക്ഷണം ചെയ്യുന്നതിന് എന്താണ് പറയുക? സംവഹനം എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്താണ്? സംവഹനം. ഇനി രണ്ടാമത്തെ പാത്രം ചൂടാകുന്നു. പാത്രം എന്താ? ഖരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ താപം പ്രേക്ഷണം ചെയ്യുന്നത് ചാലനം വഴി. പിന്നെ വികിരണത്തിൻ്റെ അവിടെ ചൂട് അനുഭവപ്പെടുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, സുജാലകങ്ങൾക്ക് ഉദാഹരണം എഴുതുക. സുജാലകം എന്ന് പറഞ്ഞാൽ താപം കടത്തിവിടുന്നവയെയാണ് സുജാലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, അലുമിനിയം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പ് എന്നൊക്കെ എഴുതാം, ഇരുമ്പ്, ചെമ്പ്, അതൊക്കെ എഴുതാം. സി, ചാലനത്തിലും സംവഹനത്തിനും താപപ്രേക്ഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? അവിടെ എന്താണ്? തന്മാത്രകൾ മാധ്യമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 2. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. വായ, മലദ്വാരം, ചെറുകുടൽ, വൻകുടൽ, അന്നനാളം, ആമാശയം. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. ഇനി ബി, എന്താണ് പെരിസ്റ്റാൾസിസ്? അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. സി, മാംസാഹാരികളുടെ കൊമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊമ്പല്ലുകൾക്ക് വികാസം പ്രാപിച്ചിട്ടുള്ളത്? മാംസം കടിച്ചു കയറുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഡി, പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഒന്നാമത്തെ എന്താണ്? ആഹാരം സ്വീകരിക്കൽ. പിന്നെ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ ഫില്ല് ചെയ്യാണ് നിങ്ങൾ വേണ്ടത്. പിന്നെ ആഗിരണം, പിന്നെ ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ്. പിന്നെ മലവിസർജനം. അപ്പോൾ ആ വിട്ടുപോയ ഭാഗത്ത് ആഹാരം സ്വീകരിക്കൽ കഴിഞ്ഞിട്ട് ആ വിട്ടുപോയ ഭാഗത്ത് വരെ ദഹനം എന്നാണ്. പിന്നെ ആഗിരണം കഴിഞ്ഞ് വിട്ടുപോയ ഭാഗത്ത് വരെ സ്വാംശീകരണം, പിന്നെ മലവിസർജനം. അപ്പോൾ ഇതാണ് പോഷണത്തിൻ്റെ ഘട്ടം. ഇനി പ്രവർത്തനം 3. മനുവിന് പനിയാണെന്നാണ് അവൻ്റെ അമ്മ പറഞ്ഞത്. മനുവിൻ്റെ ശരീര താപനില അറിയാൻ ഉള്ള ഉപകരണം ഏത്? അപ്പോൾ ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. ബി, താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാം? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. സി, മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്ര? 37 ഡിഗ്രി സെൽഷ്യസ് എന്നും കൂടി ഉണ്ട്. ഇനി ഡി, ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ. പ്രവർത്തനം 4. ശ്വാസകോശത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ശ്വാസകോശത്തിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ശ്വാസകോശത്തിൻ്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. ഈ മാതൃകയിൽ ട്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശ്വാസകോശത്തെ. ബി, ഉച്ഛ്വാസവായുവിൽ 21% ഓക്സിജനും നിശ്വാസവായുവിൽ 15% ഓക്സിജനും ആണുള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം ശാരീരിക പ്രവർത്തനങ്ങൾക്കായിട്ട് അവയെ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇനി സി, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ പട്ടികയിൽ ക്രമീകരിച്ചെഴുതുക. അപ്പോൾ താഴെ എന്താണ്? കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉച്ഛ്വാസത്തിൽ പെടുന്നവ ഏത്, നിശ്വാസത്തിൽ പെടുന്നവ ഏത് എന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തത്, ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, അത് നിശ്വാസത്തിലാണ് വരിക. ഇനി ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു, അതും നിശ്വാസത്തിൽ. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു, അത് ഉച്ഛ്വാസത്തിലാണ് വരിക. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു, അത് ഉച്ഛ്വാസമാണ്. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, അത് ഉച്ഛ്വാസത്തിലാണ് വരിക. വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, നിശ്വാസത്തിൽ. അപ്പം 3 ഉച്ഛ്വാസത്തിലും വരും, 3 നിശ്വാസത്തിലും വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5. ക്ലാസ്സിലൊരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിൻ്റെ ചിത്രം നോക്കൂ. പെരിസ്കോപ്പിലെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ? വിശദീകരിക്കുക. ഉണ്ടല്ലേ? എന്താണ് തെറ്റ്? ഇവിടുത്തെ സമതല ദർപ്പണത്തിൻ്റെ പോളിഷ് ചെയ്ത ഭാഗം എന്താണ്? മരത്തിന് അഭിമുഖമായിട്ടാണ് വരേണ്ടത്. പക്ഷേ അതിൻ്റെ ബാക്ക് ഭാഗമാണ് മരത്തിന് അഭിമുഖമായി വന്നിട്ടുള്ളത്. ചിത്രം ശരിയായി വരച്ച് പ്രകാശപാത ചിത്രീകരിക്കുക. നിങ്ങൾ വരച്ചാൽ മതി. ഇനി സി, ഈ ഉപകരണത്തിൽ
ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏത്? ആവർത്തന പ്രതിപതനം. ഇനി പ്രവർത്തനം 6. ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം മുൻപിലും പുറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു. കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? ആവർത്തന പ്രതിപതനം. ബി. രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് വർദ്ധിച്ചാൽ എന്താണ്? പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയും. പട്ടിക പൂർത്തിയാക്കുക. കോണളവ് എന്നുണ്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു സമവാക്യം എന്താണ്? 360/x-1 = n എന്ന് പറഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം, x എന്ന് പറഞ്ഞാൽ കോണളവ്. അപ്പോൾ ഫസ്റ്റത്തെ കോണളവ് 30 ഡിഗ്രി. അപ്പോൾ 360/30 - 1 ചെയ്താൽ 11 എന്ന് കിട്ടും. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരം വരെ 11, പിന്നെ 60 ഡിഗ്രിയിൽ വരെ 5, 90 ഡിഗ്രിയിൽ 3, 120 ഡിഗ്രിയിൽ 2. ഇനി പ്രവർത്തനം 7. രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. രക്തകോശങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. രക്തകോശങ്ങളിൽ ഫസ്റ്റ് ചുവന്ന രക്തകോശങ്ങൾ, അത് രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ വരെ ഹൃദയം. ഇനി അടുത്തത് വെളുത്ത രക്തകോശം, അത് രക്തം. 2 പ്ലേറ്റ്ലേറ്റുകൾ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത് രക്തക്കുഴലുകൾ. ഇനി ബി. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏത്? ഹീമോഗ്ലോബിൻ. സി. ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 എണ്ണം എഴുതുക. എന്തൊക്കെ ചെയ്യാം? 1. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കാം. പിന്നെ അതുപോലെ പതിവായി വ്യായാമം ചെയ്യുക. വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം നോക്കി വെച്ചാൽ മതി. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ. രാജു അച്ഛനും കൂടി രാവിലെ 11 മണിക്ക് ബീച്ചിൽ പോയി. അവിടെ ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചു. കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? അപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക കടൽക്കാറ്റാണ്. കാരണം പകൽ സമയങ്ങളിലാണ് കടൽക്കാറ്റുണ്ടാവുക. ബി. പകൽ സമയത്ത് കടലിലാണോ കരയിലാണോ ചൂട് കൂടുതൽ? കരയിലാണല്ലേ ചൂട് കൂടുതൽ. സി. കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത്? അതും കരയിലാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ. കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെ? കടൽക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പകൽ സമയത്ത് കര നന്നായി ചൂട് പിടിക്കും. അപ്പോൾ അവിടുത്തെ വായു ചൂടായിട്ട് എന്താണ് മുകളിലേക്ക് ഉയരും. അങ്ങനെ അവിടേക്ക് ആര് വരും? കടലിൽ നിന്ന് തണുത്ത വായു വരും. അങ്ങനെ കടലിൽ നിന്ന് തണുത്ത വായു അവിടേക്ക് വീശും. ഇതാണ് കടൽക്കാറ്റ്. അപ്പം ഇത്രയാണ് 8 പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.